സമയത്തിനുള്ളിൽ ഈ റാലി നമ്മൾ കവടിയാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ SKN തന്നെ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും. ഇപ്പോൾ SKN ഇവിടെ എത്തിയിരിക്കുന്ന ഈ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുകയാണ്. അല്പസമയത്തിനുള്ളിൽ റാലി ആരംഭിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കവടിയാറിലേക്കായിരിക്കും ആ റാലി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയും നമ്മൾ വിപുലമായ പരിപാടികൾ നടത്തുന്നുണ്ട്. SKN ഇപ്പോൾ ഈ ബുള്ളറ്റ് ക്ലബ്ബിലെ ആളുകൾ SKN ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പലതരത്തിലുള്ള സമൂഹത്തിന്റെ പലതരത്തിലുള്ള ആളുകൾ ഒരു പാർട്ടിസിപ്പേഷൻ, അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് നമ്മളുടെ പരിപാടി. അല്ല, അത് നമ്മള് ഇപ്പൊ തന്നെ നമ്മള് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, എല്ലാവരും ഒന്നിച്ച് ചേർന്ന്. കാര്യം ഇതൊരു നാടിന്റെ പ്രശ്നമാണ്. കാരണം ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളൊക്കെ MDMA ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, കുട്ടികളെ പിന്നെ ആർക്കും പറഞ്ഞു നേരെയാക്കാൻ പറ്റത്തില്ല. കാരണം ഈ മാനസിക അസുഖമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് മാനസിക അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്ന് പറയുന്നതിലാണ് MDMA ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ കുട്ടി പോയി. അപ്പൊ അതിലേക്ക് കുട്ടികളെ വിടരുത്. അത് എല്ലാവരും ഒന്നിച്ചിറങ്ങണം. അതല്ലേ അമ്മമാര് ചൂടെടുക്കണം നമ്മൾ പറഞ്ഞേ, അവര് അടിച്ച് വൃത്തിയാക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മളെ വനിതാ ഈ ക്ലബ്ബുകളുടെ എഞ്ചിനീയറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ പറഞ്ഞേട്ടെ. 40 വർഷമായിട്ട് തുടങ്ങിയ ഈ തുടക്കത്തില് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഏറ്റവും ബെസ്റ്റ് കാൽവയ്പ് തന്നെയാണിത്. ഇത് കേരളം ഒട്ടാകെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുട്ടികളുടെ ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിപത്ത് തന്നെയാണ്. ഇത് തുടച്ചു മാറ്റിയെങ്കിലേ പറ്റുള്ളൂ. ശ്രീകണ്ഠൻ നായർ എന്റെ സുഹൃത്താണ്, ഉറ്റ സുഹൃത്ത്. 49 വർഷമായി സുഹൃത്താണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഈ കുട്ടികളുണ്ട്, അതേപോലെ തന്നെ അതെ നമ്മളെ ജാതിൽ റാലിയിൽ ഭാഗമാകാൻ വന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ മക്കള്? പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അറിയുന്നുണ്ടോ? വാർത്തയൊക്കെ കാണുമോ? ഏത് വാർത്തയാ കാണുന്നത്? 24 ന്യൂസ് തന്നെയാണ് കാണുന്നത്. ഏതായാലും കൊച്ചു പിടിക്കുക. ഏതായാലും SKN നമുക്ക് അങ്ങോട്ടേക്ക് കൂടി അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വുമൻസ് റൈഡേഴ്സിന്റെ ഒരു സംഘമൊക്കെ ആ ഭാഗത്തുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് നമ്മൾ പരിചയപ്പെട്ടു ചാല സ്കൂളിലെ ഒരു അധ്യാപിക ഉൾപ്പെടെയുള്ള ആളുകൾ. SKN വളരെ കൗതുകമുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. ഈ അധ്യാപകരൊക്കെ ഈ റൈഡിംഗ് അതിൽ പാർട്ടിസിപ്പേറ്റഡ് ആയി വരുന്നുണ്ട്. ഏതായാലും അതുകൂടി അവരെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. റാലിക്ക് മുൻപ് നമ്മൾ SKN 14 എന്ന പരിപാടിയുടെ പ്രധാനപ്പെട്ട റാലിക്ക് മുൻപ് അവരെ കൂടി പരിചയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് SKN അങ്ങോട്ടേക്ക് പോകാം. SKN അവരെ പരിചയപ്പെടുക. ചേച്ചിയുടെ വിശേഷം എന്താ? അത്രയും പ്രായമില്ല. അപ്പൊ നമുക്ക് പൊളിക്കണം. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് നേരെയാക്കണം. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഈ ലഹരി കൊണ്ട് കിടന്ന കുട്ടികളെ ചീത്തയാക്കുന്നവരെ നമുക്ക് ലെവലാക്കണം. പറയൂ. ഹലോ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യണം. മക്കളെ നമ്മൾ പൊളിക്കോ? അപ്പൊ ഏത് ക്ലാസ്സിലേക്കാ പഠിക്കുന്നത് നിങ്ങളൊക്കെ? ഞാനും ആ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ വേണ്ട. ഏത് ക്ലാസ്സിലാ? എല്ലാം കഴിച്ചോ? ദോശയാണോ കഴിച്ചത്? കണ്ടാ പുട്ടും കടലാന്നേ പറയൂ. എന്തോ കഴിച്ചത്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? എനിക്കൊന്നും തരുമോ? മോളെ ഏത് ക്ലാസ്സിലാ? ഏത് സ്കൂളാ മോള്? ഓ, സന്തോഷം. അപ്പൊ നമ്മളെല്ലാരും കൂടെ നമ്മൾ ഇറങ്ങാൻ പോയില്ലേ? നിങ്ങളൊന്ന് ഒന്ന് ഊയി നിന്ന് വിളിച്ചേ. പോവാനൊക്കെ അറിയാം. അപ്പൊ അങ്ങ് എവിടുന്നാ വരുന്നത്? ഞാൻ ടെക്സസ്, അമേരിക്കയിലാണ്. അവിടെ മടുത്തോ? അല്ല, അവിടെ മടുത്തിട്ടല്ല, അതോ മടുപ്പിച്ചോ? നമ്മൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തില്ല, നമ്മുടെ ജീവിതം സാർത്ഥമാകട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ കണ്ട കാര്യങ്ങൾ കണ്ട് ഞെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എറണാകുളത്തായിരുന്നു. രാത്രിയിലാണ് ഞാൻ ട്രെയിൻ വന്ന് ഇറങ്ങുന്നത്. കണ്ട കാഴ്ചകളൊക്കെ വളരെ അമേരിക്കയെ പോലെ നാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇപ്പം അക്രമം, ലഹരി എന്നുള്ളത് ഒരു വലിയൊരു മിഷന്റെ തുടക്കമല്ലേ ഫ്ലവേഴ്സ് ടിവിയുടെ. അത് ഗംഭീരമായി നടക്കട്ടെ. അതിന്
ഇതൊരു വലിയ തുടക്കത്തിന്റെ ഇതൊരു വലിയ തുടക്കം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മണിക്ക് യോഗം തുടങ്ങാൻ. നമ്മളുകൊണ്ട് കൂടെ പടമൊക്കെ എടുത്തോളണം. നല്ല പടമാണ്, എല്ലാവരും ചിരിച്ചോളണം. ഇനിയിപ്പോ നമുക്ക് പൊളിക്കാനുണ്ട്. ആരെ പൊളിക്കുന്നുള്ളതാണ് അല്ലേ? ഓക്കെ ഓക്കെ, പടം എടുത്തോ. പടം എല്ലാവരും സ്മൈൽ പ്ലീസ്. കവടിയാറാണ് ഈ പ്രദേശം. കവടിയാർ എന്നുള്ള തത്സമയ ഫോട്ടോ എടുപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, റെഡി. അപ്പൊ താങ്ക് യു ആൾ. അപ്പം കവടിയാർ കൊട്ടാരത്തിന് മുൻവശമാണിത് അല്ലേ? കവടിയാർ കൊട്ടാരമാണ്. ഓ, കൊട്ടാരത്തെ കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോ ഞാൻ ഈ മൈക്ക് ഷെബീദിന് കൈമാറുന്നു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് നമുക്കിതാ ഇവിടെ നിന്ന് ഈ റാലി ആരംഭിക്കാൻ. നമ്മളുടെ SKN 40 എന്ന പരിപാടി, അതിൽ മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിന് ശേഷം നമ്മൾ സർക്കാരിന്റെ അനുമതിയോടുകൂടി അവസാനം മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ഇതൊരു റിപ്പോർട്ടായി, ഇത് ആഘോഷ പരിപാടി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന് സന്ദേശം നൽകുന്ന, സമൂഹത്തിന് വലിയ മാതൃകയാകുന്ന ഒരു പരിപാടിയായി കൂടി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ആദ്യ തുടക്കം എന്ന രീതിയിൽ നമ്മൾ തുടങ്ങുകയാണ്. തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് ഈ സന്ദേശയാത്രയോടുകൂടി നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന, അതല്ലെങ്കിൽ ഇതിന്റെ ഒരൊറ്റ വാക്കിൽ ഇതിന്റെ ഭാഗമാകാൻ സമ്മതിച്ച ആളുകൾ ഇതിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ റാലി ആരംഭിക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നമ്മൾ ആ ഉദ്ഘാടനം, സംസ്ഥാനതല യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം, ആ സംസ്ഥാനം ഒട്ടാകെ 24 സഞ്ചരിക്കുന്ന യാത്രയുടെ ഉദ്ഘാടന പരിപാടി അത് ടാഗോറിൽ നടക്കും. നമ്മൾ ഇപ്പോഴും പറഞ്ഞത് ഒരു ആഘോഷ പരിപാടി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് 24 ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ റാലി അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആരംഭിക്കുകയാണെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ആ റാലിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ SKN ഈ ജീപ്പിലേക്ക് കടന്നിരിക്കുന്നു. SKN നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ്.